ഹായ് ഗായ്സ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ പേരാണ് APL അപ്പോളോ ട്യൂബ്സ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്ട്രക്ചറൽ സ്റ്റീൽ ട്യൂബ് മാനുഫാക്ചറാണ് APL അപ്പോളോ ട്യൂബ്സ് ലിമിറ്റഡ്. കമ്പനിയുടെ ജോഗ്രഫിക്കൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ പാൻ ഇന്ത്യ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ ദുബായിലുമാണ് ഉള്ളത്. APL അപ്പോളോ ട്യൂബ്സ് ഒരു B2B ആൻഡ് അതോടൊപ്പം B2C കമ്പനിയാണ്. ഇതിൻ്റെ കറണ്ട് പ്ലാന്റ് നോക്കുകയാണെങ്കിൽ പ്ലാന്റ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 4.5 മില്യൺ ടൺ കപ്പാസിറ്റിയാണ് അക്രോസ് ഇന്ത്യ ആൻഡ് ദുബായ്. ബിഫോർ മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, ഞാനൊരു സെബി രജിസ്ട്രേഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. വീഡിയോ ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്, സോ കൈൻഡ്ലി സ്റ്റഡി ആൻഡ് ഇൻവെസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനിയുടെ ബിസിനസ് സെഗ്മെൻറ്റും അതോടൊപ്പം ആപ്ലിക്കേഷൻസ് ഓഫ് പ്രൊഡക്റ്റുമാണ്. ഫസ്റ്റ് സെഗ്മെൻറ്റ് ജനറൽ സ്ട്രക്ചറൽ സ്റ്റീൽ ട്യൂബ്സ്. 42% ഓഫ് റവന്യൂ ജനറേഷൻ ത്രൂ ജനറൽ സ്ട്രക്ചറൽ സ്റ്റീൽ ട്യൂബിലൂടെയാണ്. ഇതൊരു വോളിയം ഡ്രിവൺ ബിസിനസ് സെഗ്മെൻറ്റാണ്. അത് അച്ചീവ് ചെയ്യുന്നത് ഹോളോ സെക്ഷൻ. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൗസിങ്, റൂറൽ ഇൻഫ്ര, വെയർ ഹൗസസ്, സ്മോൾ സ്കെയിൽ ഫാബ്രിക്കേഷൻസ്. നെക്സ്റ്റ് സെഗ്മെൻറ്റ് വരുന്നത് ലൈറ്റ് സ്ട്രക്ചറൽ ട്യൂബ്സ് ആണ്. 17% ആണ് റവന്യൂ ജനറേഷൻ. ഇതൊരു വാല്യൂ ആഡഡ് ബിസിനസ് സെഗ്മെൻ്റ് ആണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റീറ്റെയിൽ ഹൗസിംഗ്, കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയേഴ്സ്, ഡെക്കറേറ്റീവ് ആർക്കിടെക്ചറാണ്. തേർഡ് സെഗ്മെൻ്റാണ് ഹെവി സ്ട്രക്ചറൽ ട്യൂബ്സ്. ഇതിൻ്റെ റവന്യൂ ജനറേഷൻ പെർസെൻറ്റേജ് 9 ആണ്. ഇത് ഹൈ മാർജിൻ പ്രൊഡക്റ്റ് സെഗ്മെൻ്റാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഹൈ റൈസ് ബിൽഡിംഗ്, എയർപോർട്ട്സ്, റെയിൽവേ സ്റ്റേഷൻ, ലാർജ് ഇൻഫ്രാ പ്രൊജക്ട്സ് ആണ്. ഫോർത്ത് സെഗ്മെൻ്റാണ് അപ്പോളോ Z റസ്റ്റ് പ്രൂഫാണ്. ഇതിന് 21% ആണ് ബിസിനസ് സെഗ്മെൻറ്റിൻ്റെ റവന്യൂ പെർസെൻറ്റേജ്. ഇതൊരു പ്രീമിയം കാറ്റഗറിയാണ്. ഇതൊരു കൊറോഷൻ റെസിസ്റ്റൻറ്റ് പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് സോളാർ സ്ട്രക്ചറിലും അർബൻ ഇൻഫ്രയിലും ഇൻഡസ്ട്രിയൽ സ്റ്റഡ്സിലും ഉപയോഗിക്കുന്നുണ്ട്. ഫിഫ്ത്ത് കാറ്റഗറിയാണ് അപ്പോളോ Z കോട്ടഡ് പ്രൊഡക്ട്സ്. 6% ആണ് റവന്യൂ പെർസെൻറ്റേജ്. ഇതൊരു പ്രീമിയം കാറ്റഗറിയാണ്. ഇതൊരു ഹൈ സ്ട്രെങ്ത് ആൻഡ് ഫിനിഷ് പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നത് സോളാർ മൗണ്ടിങ് സ്ട്രക്ചേഴ്സ്, പ്രീഫാബ് കൺസ്ട്രക്ഷനിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് സെഗ്മെൻ്റാണ് അപ്പോളോ ഗാൽവ്. ഇത് 4% ആണ് ഇതിൻ്റെ റവന്യൂ ജനറേഷൻ. ഇതിൻ്റെ യൂസ് വരുന്നത് ഇറിഗേഷൻ സിസ്റ്റം, അഗ്രി പൈപ്പിംഗ്, ഇൻഡസ്ട്രിയൽ ഷെഡ്സ് എന്നിവയിലാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാനും അതുപോലെ അവരുടെ കപ്പാസിറ്റിയുമാണ്. ഫസ്റ്റ് വൺ ഗോരഖ്പൂർ, ലൊക്കേറ്റ് ചെയ്യുന്നത് ഈസ്റ്റ് ഇന്ത്യയിലാണ്. അവർ സ്പെൻഡ് ചെയ്യുന്നത് 200 to 250 crore ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 25-26. ഇതൊരു ഗ്രീൻഫീൽഡ് പ്ലാന്റാണ്. 2 ലക്ഷം ടൺ കപ്പാസിറ്റിയാണ്. അണ്ടർ എക്സിക്യൂഷനിലാണ്. സെക്കൻഡ് വൺ കൊൽക്കത്ത, ഈസ്റ്റ് ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. അവർ സ്പെൻഡ് ചെയ്യുന്നത് 250 to 300 crore ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 25-26. ഇതൊരു ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ പ്ലാന്റാണ്. 3 lakh ടൺ കപ്പാസിറ്റിയാണ് ഇതുവഴി അവർക്ക് ലഭിക്കാൻ പോകുന്നത്. തേർഡ് വൺ ഗുജറാത്തിലെ ഭുജ്. ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് 250 to 300 crore ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 25-26. ഇത് മെയിൻലി എക്സ്പോർട്ട് ഫോക്കസ്ഡ് ആണ്. 3 lakh ടൺ അവരുടെ എക്സ്പാൻഷൻ പ്ലാൻ. ഇനി നെക്സ്റ്റ് സൗത്ത് ഇന്ത്യയിലെ മാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് 200 to 250 crore ക്യാപെക്സ് പ്ലാന് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 25-26. ഇതൊരു ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷനാണ്. 360,000 ടൺ എക്സ്പാൻഷൻ പ്ലാന്. നെക്സ്റ്റ് റായ്പൂർ, ഛത്തീസ്ഗഡിൽ 300 to 400 crore ഇത് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അതായത് ഫിനാൻഷ്യൽ ഇയർ 24-25 കമ്മീഷൻഡ് ആണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് റൂഫിംഗ് ഷീറ്റാണ്. അതിൻ്റെ കപ്പാസിറ്റി 5 lakh ടൺ അതോടൊപ്പം ഹെവി സ്ട്രക്ചറൽ സ്റ്റീൽ ട്യൂബ്സ് 1 lakh ടൺ. നെക്സ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ദുബായിൽ എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട്. സ്കെയിലിംഗ് അപ്പാണ്. അത് 150 to 200 crore അത് ഫിനാൻഷ്യൽ ഇയർ 24-26 അതിൻ്റെ എക്സ്പാൻഷൻ വഴി കിട്ടുന്നത് 2 lakh ടൺ പ്ലാന്റ് നിലവിൽ ഓപ്പറേഷണലാണ്.
സ്പെഷ്യാലിറ്റി ട്യൂബ് ലൈൻസിൽ 100 to 150 crore ഇവർ ഫിനാൻഷ്യൽ ഇയർ 26-27 കംപ്ലീറ്റഡ് ആവും. എല്ലാ ക്യാപെക്സും അവർ ഫണ്ട് ചെയ്യുന്നത് ത്രൂ ഇൻറ്റേർണൽ അപ്രൂവലാണ്. അതായത് ഇവരുടെ ബാലൻസ് ഷീറ്റിൽ ഇനഫ് ക്യാഷ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ 2085 crore നെറ്റ് ക്യാഷ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനിയുടെ കേപ്പെക്സ് പ്ലാനാണ്. 1500 crore കേപ്പെക്സ് പ്ലാൻ വഴി കമ്പനിയുടെ കറൻറ്റ് കപ്പാസിറ്റിയിൽ നിന്ന് 6.8 million ton കപ്പാസിറ്റിയിലേക്കാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് കമ്പനിയുടെ മാനുഫാക്ചറിങ് പ്ലാന്റുകളെ കുറിച്ച് നോക്കാം. കമ്പനിക്ക് 10ൽ കൂടുതൽ മാനുഫാക്ചറിങ് പ്ലാന്റ്സ് ഉണ്ട്. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് റായ്പൂർ, ദുബായ്, മാലൂർ, ഭുജ്, ഗോരഖ്പൂർ, കൊൽക്കത്ത എന്നീ സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ്. നെക്സ്റ്റ് കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്ലയൻസിനെ കുറിച്ച് നോക്കാം. ഹെവി സ്ട്രക്ചറൽ ട്യൂബ് ഉപയോഗിക്കുന്നത് എയർപോർട്ട്സ്, റെയിൽവേസ്, മെട്രോ പ്രൊജക്ട്സിനൊക്കെ വേണ്ടിയാണ്. സെക്കൻഡ്, റൂഫിംഗ് ആൻഡ് അഗ്രി ട്യൂബ്സിൻ്റെ ക്ലയൻസ് വരുന്നത് കിലോസ്കർ, ജെയിൻ ഇറിഗേഷൻ, മഹീന്ദ്ര അഗ്രി സ്മോൾ പൈപ്പ് ഡീലേഴ്സിന്. തേർഡ്, സോളാർ സ്ട്രക്ചേഴ്സിന് അതിൻ്റെ ക്ലയൻസ് വരുന്നത് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ, ടാറ്റ പവർ സോളാർ, അദാനി സോളാർ. നെക്സ്റ്റ് വരുന്നത് വെയർഹൗസിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ, ഫ്ലിപ്കാർട്ട് വെയർഹൗസ്, ആമസോൺ, PEB പ്ലെയേഴ്സ് ലൈക്ക് കിർബി, പെന്നാർ, ജമിൽ. പിന്നെ റെസിഡൻഷ്യൽ ആൻഡ് ഹൗസിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന അവരുടെ ക്ലയൻസ് വരുന്നത് റീറ്റെയിൽ ഹോം ബിൽഡേഴ്സ്, ഡീലേഴ്സ്, ഇൻഡിവിജ്വൽ ഹോം ഓണേഴ്സ്. പിന്നെ എക്സ്പോർട്ട് വരുന്ന ക്ലയൻസ് വരുന്നത് UAE, ഒമാൻ, ഖത്തർ ബേസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ, സോളാർ മൗണ്ടിങ് കോൺട്രാക്ടേഴ്സ് എന്നിവരൊക്കെയാണ്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് APL അപ്പോളോ ട്യൂബ്സിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഹൈ റൈസ് ബിൽഡിങ്സ്, അതായത് ഹോസ്പിറ്റൽസ്, ഹൗസിംഗ്, സ്കൂൾസ്, ഹോട്ടൽസ് എന്നിവയിലും, അതുപോലെ വെയർ ഹൗസസ്, കോൾഡ് സ്റ്റോറേജ്, ഫുഡ് പാർക്സ്, ഫാക്ടറി ബിൽഡിംഗ്, ഏവിയേഷൻ ഹാങ്ങേഴ്സ്, ഡേറ്റാ സെൻറ്റർ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്. ഓവറോൾ ഇന്ത്യൻ എക്കണോമി ഈസ് ഇംപ്രൂവിങ്. സ്ട്രക്ചറൽ സ്റ്റീൽ ട്യൂബിൻ്റെ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യാണ്. സോ അതുകൊണ്ട് വി ക്യാൻ കൺസിഡർ APL അപ്പോളോ ഈസ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ കൈൻഡ്ലി സ്റ്റഡി ആൻഡ് ഇൻവെസ്റ്റ്. താങ്ക് യു.